ഇനി ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാകും. നെടുങ്കണ്ടം, അടിമാലി ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ യൂണിറ്റ് അനുവദിച്ചതോടുകൂടിയാണ് ജില്ലയിലാകമാനം 24 മണിക്കൂറും വെറ്റിനറി ഡോക്ടറുടെ സേവനം യാഥാർത്ഥ്യമാകുന്നത്. ഇതോടെ സമ്പൂർണ്ണ വെറ്റിനറി സേവനം ലഭ്യമാകുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയായി ഇടുക്കി മാറി. മലയോര ജില്ലയായ ഇടുക്കിയിൽ രാത്രികാലങ്ങളിൽ വെറ്റിനറി ഡോക്ടറുടെ സേവനം മിക്കപ്പോഴും ലഭ്യമാകാത്ത സാഹചര്യമായിരുന്നു. ഇത് കണക്കിലെടുത്താണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആസ്ഥാന ആശുപത്രികളിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ അനുവദിച്ചത്. ജില്ലയിലെ മറ്റു ബ്ലോക്കുകളിലെല്ലാം യൂണിറ്റുകൾ ലഭിച്ചപ്പോൾ നെടുങ്കണ്ടം, അടിമാലി ബ്ലോക്കുകൾക്ക് വാഹനങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇരു വെറ്റിനറി ആശുപത്രികൾക്കും വാഹനങ്ങൾ എത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പദ്ധതിയിൽ വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ 1962 നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ അടിയന്തര ചികിത്സയ്ക്ക് ഡോക്ടറും വണ്ടിയും അവരോട് നമ്മൾ കർഷകരുടെ വീട്ടിൽ വാതിലേക്ക് എത്തുന്നതാണ്. ഇത് സർക്കാർ ഒരു ചെറിയ നിശ്ചയിച്ച ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുമാത്രം കർഷകർ നൽകിയാൽ മതി. അത് ഒരു പശുവിനെ ചികിത്സിക്കാൻ 450 രൂപയും, പ്രസവ കേസ് വന്ന് 2000 രൂപ, ഗർഭപാത്രം പുറത്തു കൊണ്ട കേസ് 4000 രൂപ, പിന്നെ ഓമവീടുകൾക്ക് 950 രൂപ വീതം, ഇങ്ങനെ ഒരു നിശ്ചയിച്ച ഫീസുകൾ ഉണ്ട്. നെടുങ്കണ്ടം ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് നിർവഹിച്ചു. മൃഗാശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് മൊബൈൽ ആംബുലൻസുകൾ നൽകി വരികയാണ്. ഇതിന്റെ ഭാഗമായി അടിമാലി ബ്ലോക്കിലും നെടുങ്കണ്ടം മൃഗാശുപത്രിയിലും പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ആംബുലൻസുകൾ അനുവദിച്ചിട്ടുള്ളത്. സുരേഷ് പള്ളിയാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അജീഷ് മുതുകുന്നൽ, MS മഹേശ്വരൻ, VC അനിൽ, ഷിജിമോൻ MP, CM വിൻസെന്റ്, ഡോക്ടർ മുതൽരാജ്, ഷാജി VJ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.